നമസ്കാരം. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങൾ കേരളക്കരയ്ക്ക് പുത്തിരിയല്ല. അതിലേക്ക് ചേർത്തുവെക്കാൻ കൊല്ലം സ്വദേശികളായ മറ്റൊരു കുടുംബത്തിന്റെ മരണം കൂടി. ഇവിടെ എന്താണ് സത്യം? ആരെ കൊന്നു? ഈ പിഞ്ചു കുട്ടികൾ മരിച്ചതെങ്ങനെ? യുഎസിലെ കാലിഫോർണിയയിൽ 4 അംഗ മലയാളി കുടുംബത്തിന്റെ മൃതദേഹം സാൻ മറ്റയോ പോലീസ് കണ്ടെത്തി. കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേരെയാണ് മരിച്ച നിലയിൽ ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 7:45 പോലീസ് കണ്ടെത്തിയത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ സ്നേഹയിൽ ഡോക്ടർ ജി ഹെൻറിയുടെയും റിട്ടയർഡ് അധ്യാപിക ശാന്തമ്മയുടെയും മകൻ ആനന്ദ് സുജിത് ഹെൻറി, ഭാര്യ അലീസ് പ്രിയങ്ക, ഇരട്ട കുട്ടികളായ നോഹ, നെയ്താൻ എന്നിവരാണ് മരിച്ചത്. കിളികല്ലൂർ വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻസിഗർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏക മകളാണ് ആലിസ് പ്രിയങ്ക. മരിച്ച ആനന്ദ് സുജിത്ത് ഹെൻറിയുടെയും ഭാര്യ ആലിസ് പ്രിയങ്കയുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകളുള്ളതായാണ് റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് സമീപത്തു നിന്ന് പിസ്റ്റൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭാര്യയെ കൊലപ്പെടുത്തി ആനന്ദ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. അതേസമയം 2 കുട്ടികൾ മരിച്ചത് എങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുകയാണ്. ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഭാര്യയുടെയും ഭർത്താവിന്റെയും മൃതദേഹം ശുചിമുറിയിലും കുട്ടികളുടെ മൃതദേഹങ്ങൾ കിടപ്പുമുറിയിലുമായിരുന്നു കണ്ടെത്തിയത്. മരണം വിഷവാതകം ശ്വസിച്ചാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. തണുപ്പിനെ പ്രതിരോധിക്കാനായി ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നുയർന്ന വാതകം ഉറക്കത്തിൽ ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് ബന്ധുക്കൾ സംശയിച്ചിരുന്നത്. ആലീസിന്റെ പ്രസവകാലം ഉൾപ്പെടെ കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ കുടുംബം അമേരിക്കയിൽ തന്നെയായിരുന്നു. ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. ആലീസിന്റെ അമ്മ ജൂലിയറ്റ് 11 വരെ അമേരിക്കയിലായിരുന്നു. അവർ 12-ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസിനെ വിളിച്ചിരുന്നു. കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത്. തിരിച്ചു വിളിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയറ്റ് വിവരമറിയിക്കുകയും അദ്ദേഹം ഒരു സുഹൃത്തു മുഖേന അന്വേഷിക്കുകയും ചെയ്തു. ആനന്ദിന്റെ വീടിന് പുറത്ത് എത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തി പൂട്ട് തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്നാണ് സാൻ മറ്റയോ പോലീസ് ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത്. ആനന്ദിന്റെ സഹോദരൻ അജിത് ഹെൻറി യുഎസിലെത്തി മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നിയമ നടപടികൾ നടത്തിവരുന്നു. കൊല്ലം ജില്ല കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി കൊലപാതകവും ആത്മഹത്യയും ചേർന്നുള്ള ഈ കുടുംബത്തിന്റെ മരണത്തിലെ ദുരൂഹതയിലാണ്. കുടുംബത്തിന് കരുതൽ ന്യൂസിന്റെ ആദരാഞ്ജലികൾ.